ഒരു സിനിമ റിലീസാകുമ്പോഴേക്കും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ആവേശം നടന് നഷ്ടപ്പെടുമെന്ന തുറന്നു പറച്ചിലുമായി ഷൈൻ ടോം ചാക്കോ. ആളുകളോട് നയപരമായി ഇടപെടുക എന്നത് തന്റെ നയമല്ലെന്നും ഷൈൻ പറയുന്നു. കമൽ സംവിധാനം ചെയ്യുന്ന ഷൈൻ്റെ 100ാമത് ചിത്രമായ വിവേകാനന്ദൻ വൈറലാണ്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോയും നടി ഗ്രേസ് ആന്റണി. കമൽ സാറിൻ്റെ ഗുരുവിൻ്റെ ചിത്രത്തിലെ 100ാമത് ചിത്രം അതൊരു മൈൽ സ്റ്റോൺ ആണ് ശരിക്കും പറഞ്ഞാൽ. താൻ 100 ചിത്രങ്ങൾ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. 100 സിനിമയിൽ അഭിനയിക്കുക, 200 സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ല ഒരു ആക്ടറിന് ഉണ്ടാകുന്ന ആഗ്രഹം. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുക, സിനിമയിലെ ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അത് 100 അങ്ങനെ ഒരു കണക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടേഴ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 100 ആയാലും ഇത് 10,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും നമ്മൾ അടുത്ത പടത്തിനും അടുത്ത കഥാപാത്രത്തിനും വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നമ്മൾ 100 പടം ഇപ്പം ചേട്ടനൊരു 100 കോടി കിട്ടിയ സംതൃപ്തനാവോ? 100 രൂപ കിട്ടിയ സംതൃപ്തനാവോ? ചിലപ്പോൾ ചില 100 രൂപ, ചില ആൾ തരുന്ന 100 രൂപ നമ്മളെ കൂടുതൽ സംതൃപ്തരാകും. ചില കഥാപാത്രങ്ങൾ പക്ഷെ അതുകൊണ്ട് നിർത്തൂലല്ലോ പരിപാടി. നിർത്തും 100 രൂപ കിട്ടി എനിക്ക് ജീവിതം മതിയാക്കുമോ? ഇല്ല. അതേപോലെ തന്നെ നമുക്ക് എത്ര കിട്ടുന്നുവോ പിന്നെ അടുത്തത് എത്ര കിട്ടും അല്ലെങ്കിൽ അടുത്തതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു നാഴികക്കല്ലല്ല ഒരാളുടെ ജീവിതത്തിൽ എണ്ണം. എന്തിനെ കുറിച്ചാണെങ്കിലും എണ്ണം. പിന്നെ കമൽസാറിൻ്റെ പടം ആയതുകൊണ്ട് അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായി ഇങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. പുതിയ അവസാനം ഇറങ്ങിയ പല പടങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. നടന്നുള്ള രീതിയിൽ പൊതുവേ സംതൃപ്തിയുള്ളൊരു കാലഘട്ടമല്ലേ കടന്നു പോകുന്നത്? വിചാരിച്ച രീതിയിലൊക്കെ ഒന്നും നമുക്ക് പൂർണ്ണമായ സംതൃപ്തി കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന്. കാരണം നമ്മളൊരു ക്യാരക്ടർ ചെയ്തിട്ട് നിങ്ങൾ അത് കണ്ട് അത് ഇഷ്ടപ്പെടുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ആ ക്യാരക്ടറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞു. കാരണം നമ്മൾ ആ ചെയ്യുന്ന സമയത്താണ് ചെയ്ത് അത് എൻ്റെ സമീപകാലങ്ങളിലാണുള്ളൂ. പിന്നീട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേൾക്കണതിൻ്റെ എക്സൈറ്റ്മെൻറ്റേ ഉള്ളൂ. അതുവഴി നമുക്ക് അടുത്ത കഥാപാത്രങ്ങൾ കിട്ടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. ആ കഥാപാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെയിം സമയത്ത് തന്നെ നമ്മൾക്ക് ഇത് പോയത് ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിയുന്നു. പ്രത്യേകിച്ച് റിലീസാവണ സമയമാകുമ്പോഴേക്കൊക്കെ നമുക്ക് ഈ ക്യാരക്ടർ എന്താണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എന്നുള്ളൊരവസ്ഥയായിരിക്കും. അതിൻ്റെ വേറൊരു ഡയമെൻഷൻ നമ്മുടെ മനസ്സിലോട്ട് വരും. ചെയ്ത് കഴിഞ്ഞാലാണല്ലോ അടുത്ത് അതിന് തിരുത്തി വരയ്ക്കാൻ പറ്റുള്ളൂ. അതൊരു വര ഉണ്ടാവണല്ലോ. 5 നായികമാരിൽ ഒരാൾ ഇപ്പം ഏറ്റവും 5 നായികമാർ 5 ക്യാരക്ടേഴ്സ് നായിക എന്ന് പറയണ്ട. നായകനില്ല കഥയിൽ കഥാപാത്രങ്ങളാണല്ലോ. നായകനും സിനിമ വ്യവസായത്തിലല്ലേ. അതെ. ഇങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണല്ലോ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ ഇപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നത്. ധാരാളം ലേഹ്യം കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തായിരുന്നു ഈ ക്യാരക്ടറുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലും ഷൂട്ടിംഗ് സ്ഥലങ്ങളിലൊക്കെ? ഷൈൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ ഈ വിവേകാനന്ദൻ എന്ന് പറയുന്ന അതായത് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും വിവേകാനന്ദൻ എന്ന് പറയുന്ന വിവേകാനന്ദൻ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഈ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഞാൻ പറയത്തുള്ളൂ. നായിക എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ വിവേകാനന്ദൻ പ്ലേ ചെയ്യുന്നത് ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ ഒരു പുരുഷൻ്റെ ഒരു പ്രതിനിധിയാണ്. ഞങ്ങൾ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പോൾ സമൂഹത്തിലുള്ള സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങളായിട്ടാണ് ഞങ്ങൾ. ഇത് പഴയ കാലത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളായിരുന്നു, പക്ഷേ അത് തുറന്നു പറയാറില്ല പഴയ സമയം. ഇപ്പോഴത്തെ പുതിയ പല ക്യാരക്ടറുകളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു കഥാപാത്രമായിട്ടാണ്. അതിനുള്ള ധൈര്യമുണ്ട് അവർക്ക്. ഈ കമൽ സാർ ഉൾപ്പെടെയുള്ള പഴയകാല അല്ലെങ്കിൽ 90കളിലെ പ്രഗത്ഭ സംവിധായകരും ഇപ്പം രഞ്ജിത്ത്, സിബി മലയിൽ സാറ്, പ്രിയദർശൻ ഉൾപ്പെടെയുള്ളവർ പുതിയ കാലത്തേക്ക് ഒരു പകപ്പോടുകൂടിയാണ് സംവിധാനം. കാരണം പുതിയ കാലത്തിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയാമോ എന്നൊരു ഭയത്തോടു കൂടിയാണെന്നൊരു അല്പം ഇടവേളകൾ വല്ലതും എടുക്കുന്നുണ്ട്. അപ്പം കമൽ സാറ് പുതിയ കാലത്തിൻ്റെ ട്രെൻഡിലോട്ട് ഈ സിനിമയിലോട്ട് പൂർണ്ണമായും മാറിയെന്ന് നമുക്ക് ഈ ഇതിൻ്റെ പേരിൽ കമൽ സാറിൻ്റെ പഴയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പേരാണ് ഇപ്പോൾ ഈ സിനിമയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ പുതിയ കാലത്തിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ആൾക്കാരുടെ സാധനമായിട്ട് മാച്ചായി പോകുമോ എന്നുള്ളത് സാറിനെ മാത്രമല്ല, നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അമ്മമാർ പറയുമ്പോൾ ഇവരെന്താ ഈ പഴയ കൺസെപ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ള തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ എനിക്കും ഉണ്ട്. ചെറിയ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി, ഇവരും നമ്മൾ പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ, മനസ്സിലായി. അവർ വേറെ എന്തൊക്കെ കാര്യം പറയണം, നമ്മൾ വേറെ എന്തൊക്കെ കാര്യം പറയണം പെങ്ങളുടെ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴേ. അപ്പോൾ അതെപ്പോഴും ആ ഗ്യാപ്പും ആ തോന്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം.
പക്ഷേ സാറ് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിലേക്ക് അഡാപ്റ്റ് ആയിട്ട് കാരണം ഒരു ഇന്റർവ്യൂവിൽ സാറ് പറയും അതാണ് ഇപ്പം അതിൻ്റെ ഒരു വൈബ് എന്ന്. വൈബ് എന്നുള്ള വാക്ക് പുതിയൊരു സംഭവമാണ്. അതങ്ങനെ പഴയ ആളുകൾ യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല അധികം. ഇപ്പോൾ ഡാഡി അല്ലെങ്കിൽ എൻ്റെ ഡാഡി മമ്മിയുടെ ഒക്കെ ഏകദേശം പ്രായം ആ കാലഘട്ടമാണ് സാറ്. ഡാഡി വൈബ് എന്ന് ഞാൻ പറയണ കേട്ടിട്ടില്ല. വൈബ് എന്നുള്ള വാക്ക് ഇതൊന്നും വരെ സാറ് ഡാഡി കേട്ടിട്ടുണ്ടാവും, പക്ഷേ സംസാരത്തിൽ വരില്ല അവരുടെ. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ഇരുന്നപ്പം ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇപ്പം ഷൈൻ ടോം ചാക്കോയും നിങ്ങളുമായിട്ടുള്ള ഒരു മിഞ്ച് ഇൻ്റർവ്യൂവിൽ നമ്മുടെ പെട്ടെന്ന് പത്മനാഭ സാറിൻ്റെ സിനിമ പോലെയൊക്കെ ഒരു മാറ്റം, അതായത് മാനാകാനും പറവയാകാനും ചിത്രശലഭമാകാനും ഒക്കെ നിമിഷങ്ങൾ പോലെ ഒരു നിമിഷം കൊണ്ട് താഴത്തിറങ്ങി പെട്ടെന്ന് പുലിയാകുന്നു, കരടിയാകുന്നു, വീണ്ടും കസേരയിൽ കയറിയിരിക്കുന്നു. വല്ലാത്തൊരു എനർജി നമ്മുടെ ഡെയിലി ലൈഫിൽ വിനിയോഗിക്കുന്ന ഒരാളായി. ഇതിന് കൂടുതൽ എനർജി ഇല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന ഒരമ്മ രാവിലെ സ്വയം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഭക്ഷണം പാചകം ചെയ്യുന്നു. ഇന്നെല്ലാം ഭർത്താവിൻ്റെ അടുത്തേ ചേട്ടാ എഴുന്നേക്കും മക്കളെ അപ്പോൾ അവിടെ നിന്ന് അലക്കി വെച്ചത്. അപ്പോൾ തന്നെ സ്കൂളിൽ റെഡി ആയിട്ട് പോയിട്ട് ഇവരൊക്കെ റെഡിയാക്കി വിടുന്നു. സ്കൂളിൽ ബസ്സിൽ കയറിയിട്ട് അവരോട് സംസാരിക്കുന്നു. പ്രിൻസിപ്പാളിനെ കാണുന്നു. ടീച്ചറാണെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയല്ലോ സ്കൂളിൽ ക്ലാസ്സിൽ എന്നിട്ട് പെരുമാറും അല്ലേ. ഇത്ര മാറ്റങ്ങൾ പെട്ടപ്പെടാന്നുണ്ടാവും ഒരു ദിവസം. രാവിലെ ഒരു 6 മണിയിലോ 10 മണിക്കുള്ളിൽ എത്ര ക്യാരക്ടറൈസ് ചെയ്തു ഇതൊക്കെ പടപടാന്ന് ചെയ്യണത്. പക്ഷേ സാധാരണയിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന എനർജി ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നത് അത് നമ്മുടെ സ്റ്റൈലാണോ അതോ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണോ? എനർജി മനഃപൂർവ്വം ഉപയോഗിക്കുന്ന എനർജി ഉണ്ടാവണ്ടേ? എനർജി നമ്മൾക്ക് ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ അതിൽ എനർജി ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ പോയി അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയിട്ട് അങ്ങനെ എനർജിയിലൊന്നും ഇരിക്കാണ്ടില്ലല്ലോ. ഇങ്ങനെ ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഓർക്ക് തോന്നും. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് എനർജി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ എനർജി എങ്ങനെയാണ് കൂടെയുള്ളവരെ ബാധിക്കുന്നത്? പോസിറ്റീവായിട്ട് ചിലരത് 2 കൈ നീട്ടി സ്വീകരിക്കും, ചിലർ അതിനോട് കാമായിട്ട് ഒന്ന് മാറി നിൽക്കും, ചിലർ അല്പം എക്സൈറ്റഡ് ആവും, ചിലർക്ക് ഇറിറ്റേറ്റഡ് ആവും, പല കാര്യങ്ങളും കാണും. ചിലർ അവരെ രാജ്യദ്രോഹിയായിട്ട് പ്രഖ്യാപിക്കും അപ്പുറത്തെ രാജ്യം. എങ്ങനെയാണ് ഈ എനർജി നമ്മളിലോട്ട് വന്ന് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ എന്താണ്? ഷൂട്ടിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഷൈൻ ഭയങ്കര എനർജറ്റിക് ആവും പെട്ടെന്ന് തന്നെ. പക്ഷെ അത് ആ ക്യാരക്ടറിന് ഭയങ്കര ഈസി ആയിരുന്നു. ഐ മീൻ ക്യാരക്ടറുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടാണ് ഷൈൻ നിൽക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കുമല്ലോ ക്യാരക്ടറിലേക്ക് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ഷൈൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ആകെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്താണ് ഇയാളെ ചെയ്യുന്നതെന്നുള്ളത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷൈൻ ആക്ഷൻ പറയുമ്പോൾ ഷൈൻ്റെ പണി ചെയ്യും. പിന്നെ മനസ്സിലായി ഇത് ഇയാളെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് പോകും. പക്ഷെ ആ ബ്രേക്കിലെല്ലാം ഷൈൻ ഓരോന്ന് പറയുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ ഭയങ്കര ഐ മീൻ ടൈം പോകണമെന്ന് നമ്മൾ അറിയില്ല. കാരണം നമ്മൾ ആളുകൾ തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അവിടെ പിണക്കങ്ങൾ ഉണ്ടാവണം. അത് ഉണ്ടായാൽ അത് പ്രകടിപ്പിക്കണം. അതും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. കാരണം അവിടെ പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഇനി നമ്മൾ എന്തിനെ പറ്റിയാണ് തർക്കിച്ചെങ്കിലും ആ തർക്ക വിഷയമാണ് അവിടെ നിലനിൽക്കാൻ പാടുള്ളൂ. ആ തർക്കിച്ച ആളോടല്ല ദേഷ്യം ഉണ്ടാവേണ്ടത്. ആ ആളോടുള്ള ദേഷ്യം നമ്മുടെ പ്രവർത്തനത്തെ തന്നെയാണ് തടസ്സപ്പെടുത്തുക. എല്ലാത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോഴേ സാധാരണ ആൾക്കാർ കാണുന്നതിന് അപ്പുറത്തൊരു മറുകര ചെന്നിട്ടുള്ള വിഷയമാണ് എപ്പോഴും താങ്കളുടെ പ്രതികരണങ്ങളിൽ കിട്ടുന്നത്. സാധാരണ ആൾക്കാരെല്ലാം പൊതുവായൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു സൈഡിൽ പോയിട്ട് നോക്കിയിട്ട് ഇതാ കറക്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ അവരുടെ സൈഡിൽ നിന്നിട്ടല്ലോ, ഞാൻ എൻ്റെ സൈഡിൽ നിന്നിട്ടല്ലേ ആലോചിക്കണ്ടോ അല്ലേ? അത് മറ്റുള്ളവർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമുണ്ടോ സ്ഥിരമായിട്ട്? എല്ലാവരും ഒരേ സമയത്താണ് ജനിച്ചത്. ഒരാളും മറ്റൊരാളുടെ കറക്റ്റ് സ്ഥലത്ത് നിന്നിട്ടല്ല ഉണ്ടാവുന്നത്. അതിനാണ് സ്ഥാനം എന്ന് പറയുക. ജനന സമയം അറിഞ്ഞ് നക്ഷത്രം കൂട്ടി. ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല ഇതൊന്നും ഇല്ല. ഇപ്പോൾ സൂര്യൻ നക്ഷത്രമൊന്നും സ്ഥാനമൊന്നും ഇല്ലാതെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സ്പേസിലല്ലല്ലോ. ആണാ വിധി എന്നൊക്കെ വിധിയല്ല, ഭൂമിയാണെന്ന് വിചാരിക്കേണ്ടത്. ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട്? അതുണ്ട്. കണ്ടിട്ടുണ്ടോ മുഴുവനായിട്ട്? മുഴുവനായിട്ടല്ല, ഫോട്ടോ ഭൂമി അല്ലെങ്കിൽ ഫോട്ടോയിൽ ആരെയും ഫോട്ടോ എടുക്കും വിചാരിച്ചു. ഭൂമിയുടെ ആരെങ്കിലും പോയെടുത്തോ? ഫോട്ടോ എടുക്കാൻ പോയിട്ടില്ല. ധാരാളം ടെക്നോളജിയൊക്കെ ഏത് ടെക്നോളജി ഒന്ന് പറഞ്ഞേ? ആ ടെക്നോളജി ശാസ്ത്രം, ഏത് ശാസ്ത്രം ഉപയോഗിച്ചിട്ട് ഏത് ക്യാമറ വെച്ചിട്ടാണ് ഭൂമിയുടെ ചിത്രം എടുക്കാൻ പറ്റുമോ? ഈ സാധനം ഇപ്പം ചേട്ടൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ ചേട്ടൻ്റെ ഇത്ര വരണ്ടേ, ഞാൻ ഒരു മിനിമം ഫോക്കസ് വരണ്ടേ? അപ്പം ഭൂമിയുടെ മുഴുവനായിട്ടുള്ള ഒരു ചിത്രം ഇടണമെങ്കിൽ ആ ക്യാമറ എത്ര ദൂരം പോകണം? അത്രയും ദൂരം പോയാൽ ഭൂമിയിൽ കാണാൻ പറ്റുമോ? അങ്ങനെയാണ് നമുക്ക് എല്ലാ ഗ്രഹവും കാണണ്ടേ. അപ്പം ഇതൊക്കെ ഒരു കുറെ ഇമാജിനേഷനിൽ ഉണ്ടാവുന്ന ചിത്രമാണ്, അല്ലാതെ ഭൂമിയുടെ കറക്റ്റ് പിക്ചർ നല്ലത്. ഇപ്പൊ ഈ ചന്ദ്രൻ ഇതേപോലെയാണ് ഇരിക്കണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്ന നക്ഷത്രം അതേ ആകൃതിയാണോ? നമ്മൾ കാണുമ്പോഴേക്കും അത് കത്തി നശിച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിച്ചല്ലേ? ഇത്തരം സംഭാഷണങ്ങളൊക്കെ സെറ്റിനെ കൂടുതൽ കലുഷിതമാക്കുകയാണോ? കലുഷിതമാക്കുക. സെറ്റിന് ഈ വക സംഭാഷണം ഒന്നും ഇല്ലട്ടാ. ഇത് ഇന്റർവ്യൂ ആയതുകൊണ്ട് മാത്രം പറയണ. സെറ്റിന് ഞങ്ങൾക്ക് പണിയെടുക്കാനുണ്ട്. എല്ലാവരും വന്നിരിക്കണം പ്രവർത്തിക്കാനാ. ഇവിടെ സംസാരിക്കാനാണല്ലോ, ഇവിടെ സംഭാഷണമാണല്ലോ ഉണ്ടാവേണ്ടത്. പിന്നെ സിനിമയെ കുറിച്ച് നമുക്ക് അധികം സംഭാഷിക്കാനും പറ്റില്ലല്ലോ.
റിലീസിന് മുന്നേ. ക്യാരക്ടറും പറയാൻ പറ്റില്ല, ക്യാരക്ടർ പറയുകയാണെങ്കിൽ പിന്നെ കഥ പറയും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണത്. അതിൽ തെറ്റിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ സാറ് സംസാരിക്കാതിരിക്കുക. ക്ലാസ്സിൽ സംസാരിക്കില്ല, നമ്മൾ ഫ്രീ ടൈമിലല്ല സംസാരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ഫ്രീ ടൈമാണോ. ഈ സിനിമയെ പൊതുവേ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് 5 നായികമാരൊക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകളുടെ ഒരു ക്രൗഡ് അതിനകത്തുണ്ട്. ആ സിനിമയിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു റോളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ കൂടിയാണ് സ്ത്രീപക്ഷ സിനിമയാവും? അല്ല, പാവത്തില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണ് ചില സ്ഥലങ്ങളൊക്കെ സ്ത്രീപക്ഷ സ്ഥലങ്ങൾ എന്ന് പറയേണ്ടി വരും. ഇല്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഈ സിനിമയിലില്ല. ഈ സിനിമയുടെ കഥ ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ സ്ത്രീപക്ഷ സിനിമ, പുരുഷപക്ഷ സിനിമ അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ വിഷയമാണല്ലോ. അതിലൊരു പുരുഷനും അതിൻ്റെ ഒരു ഭാഗമാണ്. സ്ത്രീ എന്തെങ്കിലും ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനില്ലാണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അത് ഏതൊക്കെ സിറ്റുവേഷനിൽ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ മറച്ചു വെക്കുന്നു. നമ്മൾ ഒരു കാര്യം മറച്ചു വെക്കാൻ പല രീതിയിലുണ്ട്. നമ്മൾ അഭിമാനം ഒന്നും സമ്മതിക്കില്ല. അത് സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും അഭിമാനം സമ്മതിക്കില്ല. പിന്നെ നമ്മൾ ഏറ്റവും പേടിക്കുന്നതാണ് സൊസൈറ്റി. പിന്നെ നമ്മൾ പേടിക്കുന്നതാണ് നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ. ഈ ഉൾപ്പെടുന്ന ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പം ഇതിലൊരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. സ്ത്രീ നീ വേറെ, പുരുഷൻ നീ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം ഈ സിനിമയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥയാണ്. ഈ കഥയിൽ സ്ത്രീയും വരുന്നുണ്ട്, പുരുഷനും വരുന്നുണ്ട്. ബാക്കി അല്ല, ഒരു കഥയിൽ എന്തായാലും സ്ത്രീയും പുരുഷനും വരും ഉറപ്പായിട്ടും. പുരുഷനില്ലാതെ ഒരു സ്ത്രീയിൽ ഒരു സ്ത്രീ ഇല്ലാതെ പുരുഷനുമില്ല. ഇല്ല, സ്ത്രീ ഇല്ലാതെ ഏത് പുരുഷനാണെങ്കിലും സ്ത്രീ എന്നല്ല ഉണ്ടാവണം. അതിപ്പോ പുരുഷന് സഹായം വേണം. അപ്പൊ ഈ സംസാരിക്കുമ്പോഴേ പ്രത്യേകിച്ച് മുൻപിൻ കാര്യമില്ലാതെ സംസാരിക്കുന്നുണ്ട്, ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? മുൻപിൻ കാര്യമില്ലാതെ ഇപ്പൊ എന്താ സംസാരിച്ചത്? അല്ല, ചിലപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത. 2 ദിവസം ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുത്താൽ മതിയാ? അല്ല, ഒരു ഇന്റർവ്യൂ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ അതാണ് ചോദിച്ചത്. അപ്പൊ പിന്നെ അതിന് ഞാൻ സംസാരിക്കുന്നതിൽ ഇതിന്റെ ഇടയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കും വേണ്ടേ? അതും വേണം. അല്ല, അപ്പോഴേ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറില്ല. സാധാരണ സൗഹൃദങ്ങളൊന്നും നഷ്ടപ്പെടാറൊന്നുമില്ല, ആളുകൾ മനസ്സിലാക്കി. ഞാൻ സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി വന്നല്ലോ അവിടെ. അല്ല, നമ്മളോടല്ല, പൊതുസമൂഹത്തിൽ സൗഹൃദം ഉണ്ടാക്കാനുള്ള എൻ്റെ പണി. സൗഹൃദം ഉണ്ടാക്കാനൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂട്ടുകൂടാനും പ്രവർത്തിക്കാനുമാണ് സൗഹൃദം. അതല്ല സൗഹൃദം. അല്ലാതെ ഇപ്പോൾ ചേട്ടൻ സുഹൃത്തുക്കൾക്കൊക്കെ ജോലി വാങ്ങിച്ചു കൊടുക്കും അമൃതയിൽ. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടില്ലേ? സൗഹൃദങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാൻ കൂട്ടുകൂടുന്ന ആളുകളാണ് അല്ലേ? ചേട്ടൻ്റെ സ്ഥാപനത്തിലാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നവർ ഇഷ്ടത്തോടെ ആ പ്രവൃത്തി ചെയ്യാൻ വരുന്നവരാണ്. അല്ലാതെ വരുന്ന ആൾക്കാരെ ഇതിനെ സുഹൃത്താക്കിക്കളാം, ഇവിടെ സുഹൃത്താക്കിക്കളാം അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ, ഇപ്പം തമിഴ്നാട്ടിൽ ഇന്നൊക്കെ സ്വാഭാവികമായിട്ട് സിനിമകൾ കൂടുതൽ വരുമ്പം അവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിനേക്കാൾ ഇരട്ടി പ്രതിഫലം കിട്ടും. പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെ നല്ല മെയിൻ സ്ട്രീം സിനിമകൾ അഭിനയിക്കാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് ചില ഇൻ്റർവ്യൂകളിൽ ചില സ്റ്റാർസിൻ്റെ ആരാധകരെയൊക്കെ പ്രകോപിതരാക്കുന്ന രീതിയിൽ ചില മറുപടികളൊക്കെ പറയുന്നു. ഏത് സ്റ്റാർസിനോട്? അല്ല, വിജയിൻ്റെയൊക്കെ പ്രതിഫലം പറഞ്ഞപ്പോൾ അതൊക്കെ ഓൺലൈനിൽ തന്നെ ചർച്ചയാകും. എന്താണ് ഞാൻ പറഞ്ഞത്? വിജയുടെ ആരാധകർ വിജയുടെ അഭിനയശേഷിയും മറ്റൊരാളുടെ അഭിനയശേഷിയായിട്ട് കമ്പയർ ചെയ്യുകയും. എന്ത് കമ്പയർ ചെയ്ത്? വിജയ് മമ്മൂക്കയുടെ അത്രയും ഇന്നയാളുടെ അത്രയും നല്ല അഭിനേതാവാണോ വിജയ് എന്നുള്ള ആണോ പറഞ്ഞ? അതിൽ ആരാ നല്ല അഭിനേതാവ്? ഞാൻ പറയാം, മമ്മൂക്ക, മോഹൻലാൽ, വിജയ്, കമലഹാസൻ. ഇതൊന്നും ഓർഡർ ചെയ്ത ചേട്ടൻ ഓർഡർ ചെയ്യാം അഭിനയത്തിന്റെ ഗണത്തിലല്ലേ? എനിക്ക് പറയാം, പറയാ പറഞ്ഞോ, ജസ്റ്റ് പറ. മോഹൻലാലിനും മമ്മൂട്ടി ആരാ മുന്നിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആരാ വരിക? എന്തായാലും വിജയ് അതിനകത്ത് അവസാന സ്ഥാനത്തൊക്കെ വരത്തുള്ളൂ. തന്നെയല്ലേ ഞാനും പറഞ്ഞു. അല്ല, പക്ഷേ ഇത് കുഴപ്പമെന്നറിയോ, ഞാൻ എനിക്കാരും നോക്കാം. അല്ല, പിന്നെ ഞാൻ പൊട്ടത്തരം വിളിച്ചു പറയും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നു. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മോശപ്പെട്ട ആക്ടർ എന്നല്ല അർത്ഥം, അതിന്റെ സ്ഥാനമല്ലേ വ്യത്യാസം. മോശമാണെന്ന് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഇല്ല. എന്താ ചേട്ടൻ അങ്ങനെയാണോ വിചാരിച്ചത്? അല്ലല്ല, പക്ഷെ നമ്മൾ ഡിപ്ലോമസി നയപരമായിട്ട് ഞാൻ എന്താ അതിൽ മോശം പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആരെയും പിണക്കാതെ നമുക്ക് മുന്നോട്ട് പോയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ഒക്കെ സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാം. എങ്ങനെ സുഖകരമായിട്ട് ജീവിക്കാൻ? അല്ല, അങ്ങനല്ല, അതിന്റെ നമ്മുടെ ഒരു ഡിപ്ലോമസി പിണക്കാതെ മുന്നോട്ട് പോയിട്ട് നമുക്ക് എങ്ങനെ പോയി സൂചിക്കാന്ന് പറയണേ. നമുക്ക് നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റും. നമ്മളെ തൃപ്തിപ്പെടുത്തുന്നിടത്തല്ലേ സുഖമുള്ളൂ. അപ്പൊ സ്വയമായിട്ടുള്ള തൃപ്തിപ്പെടുത്തലാണല്ലോ സുഖം. നമ്മൾ ഡിപ്ലോമസി എന്തുവാ? പിന്നെ ഗ്രേസിന്റെ അഭിപ്രായം എന്താ? ഡിപ്ലോമസി നമുക്ക് ജീവിതത്തിൽ വേണ്ടതല്ലേ? ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഷൈനിന് അതിലാണ് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഷൈൻ്റെ ചോയ്സ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് അങ്ങനെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഷൈൻ്റെ ഒരു രീതിയോടെ എനിക്കൊരു എതിർപ്പുമില്ല, ഒരു കുഴപ്പവുമില്ല. അത് ഷൈൻ്റെ ചോയ്സ് ആണ്. അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരാളുടെ അയാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യം. ആരും ഹേർട്ട് ചെയ്യാതെ ഷൈൻ്റെ അഭിപ്രായം പറയുന്നതിന് ഞാൻ എതിര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
അത് ചേട്ടൻ്റെ അഭിപ്രായത്തിന് ഞാൻ എതിര് പറഞ്ഞിട്ടൊരു കാര്യമില്ല. 2024 കുറച്ചുകൂടെ രസമുള്ളൊരു വർഷമായിട്ട് തോന്നുന്നു. അത് രസമാണ്. 3-നേക്കാൾ നന്നായിട്ട് 4 എഴുതാം. അതെ, അല്ല വിവാഹമായി, 100ാമത് ചിത്രമായി, അല്ലേ, നിശ്ചയം കഴിഞ്ഞില്ലേ? അല്ല, എന്നാലും വിവാഹം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും കാര്യം മാത്രമേ നമുക്ക് പേടിയുള്ളൂ ആണല്ലേ. അപ്പോൾ വലിയ ചിലവേറിയ വിവാഹമായിരിക്കും. ഇല്ല, പിന്നെ ചിലവില്ലാതെ എങ്ങനെ വിവാഹം കഴിക്കാന്നുള്ളതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നായിരിക്കും വിവാഹം? വിവാഹം കല്യാണത്തിന് നന്നായിരിക്കും. അത് നമ്മുടെ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി. നമ്മുടെ പിന്നെ അങ്ങനെയല്ല. അപ്പോൾ എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ ഇവരോട് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിക്കുക എന്ന് പറയുന്ന 2 വ്യക്തികൾ ശരിക്കും എല്ലാവരും വിളിച്ചുകൂട്ടി ഇങ്ങനെ ചിലവ് കൂടി നടത്തേണ്ട കാര്യമൊന്നുമില്ല. അംബാനി എത്ര കോടിക്ക് നമ്മള് കല്യാണം നടത്തിയേ? എന്തായാലും ഒരുപാട് ചിലവാക്കിയാണ്. എന്തായാലും അയാളുടെ കയ്യിലുള്ള കാശ് കൊണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ പക്ഷെ അങ്ങനെയല്ല, ലോണൊന്നും കടം വാങ്ങിയിട്ട് കല്യാണം. അങ്ങനെ എന്തായാലും പുള്ളി ചെയ്തുണ്ടാവില്ലല്ലോ. അതെന്തായാലും ഇല്ല. ഇത്രയും അധിക ചെലവ് ഉണ്ടാക്കുന്നതിന് ഒരാളുടെ വിവാഹത്തിന് വൈ? പോസിറ്റീവ് ആണല്ലോ കല്യാണം. കല്യാണത്തിന് പോസിറ്റീവ് പറഞ്ഞു അതല്ലെങ്കിൽ കല്യാണം കഴിച്ചാലും ഉണ്ടാവും. കല്യാണത്തിന് മുന്നേ ഉള്ളതാണല്ലോ കുട്ടികൾ. അതെ, കല്യാണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടായത് വളരെ ലേറ്റ് ആയിട്ടാണല്ലോ. അതെ അതെ, അതിന് മുന്നേ കുട്ടികളുണ്ടാവും. മനസ്സിലായി. പിന്നെ നമുക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ലൈസൻസ് അല്ലേ? അതെ, ആദ്യം കല്യാണത്തിന് മുന്നേ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഇങ്ങനെ ലൈസൻസ് ആയിട്ടാണ്. ഒരു സമൂഹ വ്യവസ്ഥ. അതിലാണ് നമ്മൾ ചിന്തിക്കേണ്ട. ഒരാൾ സമൂഹത്തിലാണോ ജനിക്കുന്നത്, ഭൂമിയിലാണോ ജനിക്കുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചേട്ടൻ എവിടെ ജനിച്ചത്? ഞാൻ ഭൂമിയിലാണ് ജനിച്ചത്. ചിന്തിക്കേണ്ട കാര്യമില്ല സമൂഹത്തിനെ കുറിച്ച്. സമൂഹത്തിലെല്ലാം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കാം. പക്ഷെ നമുക്ക് സമയപരിമിതികളും മറ്റു പല കാര്യങ്ങളും അതെ അറിയാം. കമൽ സാറിന്റെ പഴയ ഒരു മാജിക് ടച്ച് ഈ സിനിമയിൽ ഉണ്ടാവും നമുക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കും. മാജിക് ടച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ടച്ചാണെന്ന് നമുക്ക് വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായല്ലോ. മാജിക് സംഭവിക്കുന്നതല്ല, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം, അത് ചെയ്തെടുക്കുന്ന രീതി, പിന്നെ അത് ഇറക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് വരുമ്പോഴാണ് അതിൽ മാജിക് അല്ല, അത് പുറത്ത് നോക്കുമ്പോൾ മാജിക് ആണെങ്കിൽ അകത്ത് ഭയങ്കര കഷ്ടപ്പാടാണ്. എന്തായാലും ആ മാജിക്ക് ഇനിയും വർക്കാവട്ടെ, വിവേകാനന്ദൻ വൈറലാവട്ടെ. ഒപ്പം സിനിമയും രണ്ടുപേർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ഷൈൻ. മാജിക് എന്ന് പറയുന്ന വാക്കില്ലേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് വേണ്ടതാണ്. മാജിക് കാണിക്കുന്ന ആളില്ലേ, മാജിക് അല്ലല്ലോ, അതിൻ്റെ റിയാലിറ്റി ഉണ്ട്. അതിൻ്റെ ഉള്ള റിയാലിറ്റി ഉണ്ട്. എല്ലാ ദിവസവും നിരന്തരമായ പരിശ്രമമുണ്ട്, പരിശീലനമുണ്ട്. മാജിക് എന്ന് പറയുന്നത് പരിശ്രമം. അതെ, അപ്പോൾ പരിശ്രമത്തിൻ്റെ ഫലം വിജയമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരിയാണ്. 2024 ഗംഭീരമാകട്ടെ.